ഫാമിലീസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ സ്വന്തം തന്നെയല്ലേ. ഇന്ന് നമ്മൾ നീർദോശയായിട്ടാണ് ആക്കുന്നത്. ഇത് കുറച്ച് എനിക്ക് ടഫ് തന്ന ഒരു പരിപാടിയായിരുന്നു. ആദ്യമൊക്കെ മംഗലം കഴിഞ്ഞ് വന്നപാടെ കണ്ണൂർക്കാരുടെ ദേശീയ ഭക്ഷണമെന്നാണ് ഞാനിതൊക്കെ വിളിക്കലേട്ടാ. എല്ലാ ദിവസവും രാവിലെ ഇതന്നെ ആയിരിക്കും മിക്കവാറും വീട്ടിലും. ഞാൻ പോകുന്ന പേർക്കൊക്കെ പറയുന്നത് ദോശ ദോശ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉഴുന്ന് കൂട്ടി ദോശയില്ലേ, പക്ഷെ ഇവിടെ എല്ലാം നീർദോശയാണ്. ഇത് എനിക്ക് ഏറ്റവും ടഫുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് വിഷമായിരുന്നു. അങ്ങനെ 5-6 കൊല്ലം കഴിയുമ്പോഴത്തേക്കും യുവനായിട്ടാ ഇപ്പം എൻ്റെ ഫേവറേറ്റ്. രാവിലെ എളുപ്പത്തിൽ പരിപാടി തീർക്കണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം. അങ്ങനെ തലേന്ന് കുതിർത്ത് വെച്ച പച്ചരിയും തലേന്ന് കൊണ്ടുള്ള കുറച്ച് ചോറ് ഇടുക, പിന്നെ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ വെള്ളത്തിന്റെ കണക്കൊന്നും പറയണ്ട കേട്ടാ. നീര് ദോശ എന്ന് പറയുമ്പോഴത്തേക്ക് നീര് കുറച്ച് കൂടുതൽ വേണമല്ല. ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിന് കേട്ടാ. നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപ്പും കണക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ദോശയെക്കാട്ടും നല്ല വെള്ളം തന്നെ വേണം കേട്ടാ. ഇത് കോമ്പിനേഷൻ ആയിട്ട് ഏത് കറിയും കൂട്ടാട്ടാ. തൽക്കാലം ഞാൻ തലേന്ന് വെച്ച മീൻ കറിയാണ് കൂട്ടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ മീൻകറി ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇനി ദോശക്കല്ല് വെക്കുന്നു. നല്ലോണം ചൂടായതിനു ശേഷം ഇതാ നമ്മൾ അരച്ച് വെച്ച മാവ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ കല്ലിൽ വെളിച്ചെണ്ണ ആക്കണോ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ അരച്ച മാവിനകത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചെണ്ണ പ്രത്യേകിച്ച് തേക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കല്ല് നല്ലോണം ചൂടായി തന്നെ ഒഴിച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ ദോശ നമ്മൾ റൗണ്ടിൽ തന്നെ ചുറ്റിച്ചെടുക്കുന്നു. ഇവിടെ കൊല്ലഞ്ചാറായില്ലേ. റൗണ്ടിലൊക്കെ ഇനിയും ദോശ ചൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അങ്ങനെ ആദ്യത്തെ ദോശ ഇതാ നമ്മളെടുത്ത പ്ലേറ്റിലായിരിക്കുന്നു. ഇക്ക പോകാനുള്ള തിരക്കിലാണ് കേട്ടാ. അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് ദോശ ആക്കിയിട്ട് രണ്ടാമത്തെ ദോശ ഷേപ്പിലാണ്ട കിട്ടി. എന്നാലും സാരമില്ല, ദോശയല്ലേ. അങ്ങനെ ഇക്കയ്ക്കുള്ള ദോശ എടുത്ത് കൊടുത്ത് ഇനി അടുത്ത പരിപാടി നമ്മുടെ മക്കൾക്കും എനിക്കും ഉള്ള ദോശ ചുള്ളതാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായി. നമ്മൾ മീഷോ നാട്ടാ മേടിച്ചത്. ഇന്നലെ ഇത് പൊട്ടിക്കണക്കെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിനി. പക്ഷേ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചാണ്. അങ്ങനെ നമുക്ക് ഈ ഡ്രസ്സ് നോക്കാം. നമ്മൾ 100 പോയിട്ട് മേടിച്ചേട്ടാ. ഏതായാലും ആഗസ്റ്റ് ഒക്കെ വരുന്നില്ലേ, ഒരു വെള്ള ഡ്രസ്സ് ഇടുന്നത് മസ്റ്റ് ആണല്ലോ. അതിന് വേണ്ടി ബുക്ക് ചെയ്താണ്. PDF ആയാലും 500-600 കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 119 അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഷിപ്പിംഗ് അടക്കം അത്രയാണ് കേട്ടോ. ഈ ഡ്രസ്സിന്റെ റിവ്യൂസ് ഒക്കെ നോക്കി കേട്ടോ. നല്ലൊരു എന്താ പറയാ, ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോയിലെ കാട്ടിലും നേരിട്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഞാൻ എക്സ്ട്രാ ഒരു സൈസ് കൂടുതലായിട്ടാണ് മേടിച്ചത്. നോറിക്ക് ചിലപ്പോൾ ഭാഗമായിട്ടില്ലെങ്കിലോ ഓൺലൈനായിട്ട് മേടിക്കുന്നതല്ലേ. പക്ഷെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല വൃത്തി ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷം കണ്ടെന്ന് തന്നെ മനസ്സിലാവൂല. അങ്ങനെ പൈസയെക്കാട്ടിലും കൂടുതൽ വർത്തുള്ള ഒരു ഡ്രസ്സ് തന്നെ കിട്ടി. അടുത്ത വീഡിയോ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചാണ്. അന്നേരം എന്താ നൂറ പറയുന്നു, നൂറയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു വീട് വേണം വന്നിട്ട്. അങ്ങനെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് എപ്പോൾ തീരുമെന്ന് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ വീട് പണി തീർന്നു പോകുമ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് നമ്മൾ ഒരിക്കൽ കൊട്ടാരം ഇതാണ് കേട്ടോ.